അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിലും 0 കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ 0 എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാവും നമുക്കൊന്ന് ഊഹിക്കാം. മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിൻ്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഹങ്കാരം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ കഴിഞ്ഞ 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്. ജനം സർക്കാരിനോടൊപ്പം നിന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിന്നു. ആ വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ 4-ാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, ആ ഫലം അദ്ദേഹം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അധികം അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പെൻഷൻ കിട്ടുന്നവർ, ഇവരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇവർക്കൊന്നും പെൻഷൻ കൊടുക്കാതെ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നത്, അതും തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്ന് 8 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും മാറിയിട്ടില്ല. അല്പം പോലും മാറ്റം വരുത്താൻ മാനസികമായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുതയാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്നും പ്രഖ്യാപിച്ചത്, ഇപ്പോൾ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം ബിഷപ്പ് കൂറിലോസ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ്. കാരണം 20 ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു. ഇതുവരെ 2 ലക്ഷം തൊഴിൽ കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേ കാര്യമാണ് ബിഷപ്പ് കൂറിലോസ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ നേട്ടമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഭവൻ പണിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ? 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ, ആ ആളുകളോട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല, ഞങ്ങൾ വലിയ കടക്കണിയിലാണ്, ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ആളുകൾ 300 കോടി ചെലവഴിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരള ഭവൻ പണിഞ്ഞിട്ട് അത് ആർക്ക് വേണ്ടിയാ? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക്, 4 കോടി ജനങ്ങൾക്ക്, അതിൽ എത്ര പേർക്കാണ്ട് ഡൽഹി പോയിട്ട് കേരള ഭവനിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നു? അത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഇടയിൽ അവസാനം ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജീവാനന്ദം, എന്ത് ആനന്ദാണെന്ന് എനിക്കറിയില്ല, പുതിയ പദ്ധതി. അതിനിടയിൽ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് വേണ്ടി ലോകം കറങ്ങാൻ പോയ ആളാണ് അദ്ദേഹം. സ്വന്തം പൈസയിൽ നിന്നാ, സ്വന്തം പണത്തിൽ നിന്നാണോ, നിക്ഷേപത്തിൽ നിന്നാണോ, സമ്പാദ്യത്തിൽ നിന്നാണോ ഈ ചെലവ് വഹിച്ചത്, അതോ ആരായിരുന്നു സ്പോൺസർ? ഇപ്പോഴും അതിന് ഉത്തരം വന്നിട്ടില്ല. അതിനുശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി, ആരാ സ്പോൺസർ?
5 യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത്. സംസ്ഥാനത്തെ മന്ത്രിമാര് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിന്റെ മന്ത്രിമാര് സ്പോൺസർമാരുടെ ചെലവിൽ വിദേശത്ത് വിനോദയാത്ര നടത്തിയിട്ട് ഞങ്ങള് ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. രാജ്യത്ത് മാത്രമല്ല, ഈ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യം 12, 13, 14 ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ തന്നെ വിലയിരുത്തലിൽ കേരളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ തന്നെ വിലയിരുത്തലായിട്ട് രേഖകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുരോഗതി ഉണ്ടായില്ല. എന്നിട്ട് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെ ഉയർത്തും. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ വാഗ്ദാനം. നിങ്ങളെല്ലാവരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായി. തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് 900-ലധികം കോടി, എന്റെ ധാരണ 900 ആണോ 1200 കിട്ടിയോന്ന് എനിക്കറിയില്ല, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ആ കൊടുത്തിട്ടുള്ള പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ റോഡുകൾ മാറ്റിയതിന് ശേഷം മുഖ്യമന്ത്രി പറയുകയാണ് രാജ്യത്തെ ഏറ്റവും പശ്ചാത്തല വികസനം, അടിസ്ഥാന സൗകര്യ വികസനമുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്ന്. തിരുവനന്തപുരത്തെയും കൊച്ചിയുടെയും സ്ഥിതി 2 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നഗരം വെള്ളത്തിലാകുന്ന, നഗരം വെള്ളപ്പൊക്കത്തിന്റെ കെടുതി അനുഭവിക്കുന്ന നഗരമാക്കിയിട്ട് ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയെയും മാറ്റി. പക്ഷേ അവകാശവാദത്തിന് ഒരു കുറവുമില്ല. നികുതി പിരിവിന്റെ കാര്യത്തിൽ 7100 കോടിയുടെ വീഴ്ചയുണ്ട് എന്ന് 2016 മുതലുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഈ കണക്കുകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബാലഗോപാലാണോ മറ്റേ പറഞ്ഞത്, അത് കേരളമുണ്ടായ കാലം മുതലുള്ളതാണ്. 2016 മുതൽ 2020-21 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളാണ് 7100 കോടി. ധനകാര്യ മാനേജ്മെന്റ് ആകെ മെച്ചപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെയും അവരുടെ കാര്യത്തിലാണ്. മാത്രമല്ല, പൊതുജനാരോഗ്യ കാര്യം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ഈ സർക്കാരിന്റെ കീഴിൽ ആരോഗ്യരംഗം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. ആന ആക്രമണത്തിൽ പോലും ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത വയനാട് മെഡിക്കൽ കോളേജ്, കാട്ടാന ശല്യത്തിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് അത് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തൊരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ് വയനാട്ടിൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവരെ കോഴിക്കോട് വരെ കൊണ്ടുവരേണ്ടി വരുന്ന സ്ഥിതിയാണ്. പക്ഷേ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടു എന്നാണ്. എല്ലാ വർഷവും പകർച്ചവ്യാധികൾ കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്നു. ആരുടെ ഉത്തരവാദിത്തമാണ്? ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ? വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത്രയും കാലമായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇത് മുഴുവൻ വായിക്കുന്നില്ല, പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഓരോ പോയിന്റും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ പദ്ധതികൾ, ആ ജനകീയ പദ്ധതികൾ ജൽജീവൻ മിഷന്റെയും ദേശീയപാത വികസനത്തിന്റെയും അതുപോലെ ശബരി പാതയുടെയും ഒക്കെ ഉള്ള തുക, അതൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്, ഈ പണ്ട് ഏതോ ഒരു തവള പറഞ്ഞു എന്നാണ് കേട്ടത്, ഞാനും മുതലേച്ചനും കൂടി പോത്തിനെ പിടിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന നിർലോഭമായിട്ടുള്ള പിന്തുണയും സഹകരണവും, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ മുഴുവൻ സ്വന്തം ക്രെഡിറ്റിലാക്കാൻ
എന്നിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ. മാത്രമല്ല, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നീട് ബോധ്യമായത്. അതായത് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് പല കാര്യങ്ങളുടെയും നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ച് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതിനർത്ഥം പ്രോഗ്രസ് ഇല്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ട്, അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അത് വലിയ നേട്ടമാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പേനി നടിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ തൊലിക്കട്ടി വേണം. മാത്രമല്ല, ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പരാജയം, ആ പരാജയം ഏറ്റിട്ട് പോലും വസ്തുതകൾ തുറന്നു സമ്മതിക്കാൻ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ പകരം ജനങ്ങളുടെ മുന്നിൽ പേനി നടിക്കാൻ ശ്രമിക്കുന്നത്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഇത്രയും തൊലിക്കട്ടി മുഖ്യമന്ത്രിക്ക് വേണോ എന്നുള്ള കാര്യവും കൂടി ജനങ്ങൾ ആലോചിക്കും. മാത്രമല്ല, ഇന്നലെ ഈ ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല, തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ്, അവരുടെ പാർട്ടി നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണത്, അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ആ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിനെതിരായിട്ട് കേരളത്തിൽ വലിയ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദോരാതെ നിലപാടെടുക്കുന്ന ആളുകളായിട്ടാണ് മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും രംഗത്ത് വരാറ്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള പോസ്റ്റ് ഇട്ട ആൾക്കെതിരായിട്ട് മതവിദ്വേഷത്തിന് കേസെടുത്ത് കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടത്തുന്ന ഈ അധിക്ഷേപം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. കേന്ദ്രത്തിൽ പ്രതീക്ഷിച്ച തരത്തിൽ ബിജെപിക്ക് നേതൃത്വമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്ഥിരതയില്ലാത്തൊരു സർക്കാരായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ ആളുകളൊക്കെ പറയുന്നത്. ഇന്ത്യ മുന്നണിക്കാർക്ക് അവര് നേതൃത്വം നൽകിയ കൂട്ടുകക്ഷി സർക്കാരുകളെ കുറിച്ച് അറിയുള്ളൂ. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ കാലങ്ങളിൽ മുൻപ് അവരുടെ പഴയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ 30 സീറ്റും 40 സീറ്റും 110 സീറ്റും ഒക്കെ ഉള്ള പാർട്ടികളാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, കൂട്ടുകക്ഷി സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 240 സീറ്റുള്ള ഒരു പാർട്ടി ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യക്കാര് മനസ്സിലാക്കേണ്ടത്, അവരുടെ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളല്ല ഇപ്പം നേതൃത്വം നൽകുന്നത് എന്ന് അവർ തിരിച്ചറിയണം. അവർക്ക് അറിയാത്തത് കൊണ്ടാണെങ്കിൽ ഞാനിത് പറയാണ്. അതല്ല, ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കാനും സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അതും ജനങ്ങൾക്ക് തിരിച്ചറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകളുടെ ശതമാനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ വർധനവാണുണ്ടായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ഹെഡിങ് മാത്രം വായിച്ചിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല. കാരണം വാരണാസിയിൽ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ 42ഉം 23ഉം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന കാലത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടിയ വോട്ട് 7 സ്ഥാനാർത്ഥികൾക്കായിട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം, അത് നരേന്ദ്രമോദിയുടെ ജനപിന്തുണയുടെ കുറവായിട്ട് വ്യാഖ്യാനിക്കാൻ താല്പര്യമുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, എനിക്കറിയാം. എല്ലാവരും ആ തലക്കെട്ട് വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. എന്നാലും പറയുന്നു ആര് വിമർശിച്ചു? ആർക്ക്?
നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ചോദ്യം കേൾക്കാത്തോണ്ടാണ് അല്ലല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു അല്ല ആക്ഷേപം അപ്പൊ അദ്ദേഹത്തിന്റെ മാത്രം ചോദ്യം നിങ്ങൾ അല്ല ആക്ഷേപം ആർക്കാണെന്നാണ് ആരാ പറയുന്നത്? ഞാനിതുവരെ കേട്ടിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 1977 രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇടപെട്ടത്. ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്നും ചെയ്തിട്ടില്ല. പിന്നീട് 2014 മാത്രമാണ് ഇടപെട്ടത്. അതിനുശേഷമോ അതിനു മുൻപോ രാഷ്ട്രീയ സ്വയം സേവക സംഘം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് അതേസമയം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും, അതിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം നൽകാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം പ്രവർത്തിക്കും. എനിക്ക് ആക്ഷേപമില്ല. അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും ഞാൻ ആക്ഷേപം പറഞ്ഞതായിട്ടാണ് ആരോപണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഇതിൽ പരാതി ഞാൻ അതുകൊണ്ടേ ചോദിച്ചു ആരാ പറഞ്ഞു. കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. 2000 രാഷ്ട്രീയ സ്വയം സേവക സംഘം വിശദീകരിക്കുന്നു എന്തുകൊണ്ട് 77 രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു വ്യത്യസ്ത നിലപാടെടുത്തു, എന്തുകൊണ്ട് 2014 വ്യത്യസ്ത നിലപാടെടുത്തു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. രാജ്യസഭ ഞാൻ പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകര് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടത്.